ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്നെ എടുത്തു വളർത്തിയത് ഒരു കളരി ഗുരുക്കളാണ്. അനാഥനായ എന്നോട് അദ്ദേഹത്തിന് സ്നേഹമായിരുന്നു. വെട്ടും തടവും ഞാൻ അവിടെ വെച്ച് പഠിച്ചു. മുതിർന്നപ്പോൾ ഗുരുക്കളുടെ പ്രധാന ശിഷ്യനായിരുന്നു ഞാൻ. അന്ന് കളരിയിൽ നല്ല പണിയുണ്ടായിരുന്നു. രാവിലെ മുതൽ പയറ്റു പഠിക്കാനും ഒഴിയാനും കെട്ടാനും വരുന്നവരുടെ തിരക്കായിരുന്നു. അവിടുത്തെ സ്ഥിതി പിന്നെ വളരെ മോശമായി. അയ്യോ, അവിടെ പിടിക്കല്ലേ കൈ. അയ്യോ മതി. അയ്യോ മതി മതി. കഴിഞ്ഞു, സാരമില്ല. ഞരമ്പ് പിടിച്ചതാ. രാമുണ്ണിയെ ആയില്ലേ? രാമുണ്ണി ആളങ്ങ് വളർന്നു പോയല്ലോ. രാമുണ്ണിയുടെ കാര്യം ഞാൻ മേനോൻ സാറിനോട് പറയാതിരുന്നതാ. പഴയ നിലയെല്ലാം പോയി സാറേ. ഇന്ന് ഈ തൊഴിൽ കൊണ്ട് കുടുംബം പറ്റാൻ പറ്റില്ല. സാറ് ഇവനൊരു ജോലി കൊടുക്കണം. എന്ത് പണിയും അവനെടുത്തോളും. നോക്കട്ടെ. രാമുണ്ണിക്ക് പശുവിനെ കിടക്കാൻ അറിയോ? ഇല്ല. എളുപ്പാ, ഞാനിവിടെ വന്ന ശേഷം പഠിച്ചു. ഈ വെള്ളം എവിടേക്കാ? കുഞ്ഞമ്മയ്ക്ക് കുടിക്കാനാ, പിടിച്ചോളൂ. ഇവിടെ വെച്ചു. ഞാൻ എടുത്തോളാം. അയ്യോ വേണ്ടേ, അയ്യോ വേണ്ടേ, ഇതെന്തോ ഞാൻ കൂടെ പിടിക്കട്ടെ. അമ്മോ, വന്ന് കേറിയില്ല. അതിനു മുമ്പേ അഭ്യാസം തുടങ്ങിയോ? എന്താണ് നോക്കി നിൽക്കുന്നത്? ആ ചെമ്പിന്റെ മൂടളയി കാണും. പെട്ടെന്ന് പോടി. താനെവിടെ പോന്നു? പപ്രക്കളത്തിലേക്ക് ചെല്ലും. അങ്ങാടി നിലവാരമൊന്നും എന്നോട് പറയണ്ട. ഞാൻ പറഞ്ഞ വിലക്കാണെങ്കിൽ നാളികേരം എടുത്തോളാം. എന്താ? ശരി, ഞാൻ പോട്ടെ. ശരി. രാമണ്ണി, എന്തോ നേരം വൈകി, നീ പോയി ഊണ് കഴിച്ചു. ഇത് കൂട്ടിയാ ചോറ് മുഴുവനും ഉണ്ണണം. നീ അവനെ ഊട്ടുവാണോടി? എന്നിട്ട് പോടി അസത്തെ. ഒരു ജോലി അറിയില്ലെങ്കിലും നാണമില്ലാതെ തിന്നു മുടിക്കാൻ കൊള്ളാം. ആയമ്മ പറഞ്ഞത് കേട്ടിട്ടാണ് രാമുണ്ണി ഉണ്ണാത്തതെങ്കിൽ എന്നും പട്ടിണി കിടക്കേണ്ടി വരും. ആ സ്ത്രീയുടെ സ്വഭാവം അതാ, ഒരു മൂശേട്ടിയാ. രാമുണ്ണി, ഇത് കഴിക്കൂ. വേണ്ട. ഉച്ചയ്ക്ക് ഉണ്ടില്ലല്ലോ, പട്ടിണി കിടന്നാൽ ക്ഷീണിക്കും. ക്ഷീണിച്ചോട്ടെ. രാമുണ്ണി ഇത് കഴിക്കില്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മു, ഇനി തരൂ. ഇതാണല്ലേ നിങ്ങളുടെ ജോലി? രണ്ടിനെ ഞാൻ ഇനി ഇവിടെ വെച്ചേക്കില്ല. പോടി, പോകാൻ. രാമുണ്ണി ഏത് ക്ലാസ് വരെ പഠിച്ചു? 7ാം ക്ലാസ് വരെ. രാമുണ്ണി എന്നോടൊന്നിച്ച് വരുന്നു. എന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ല അല്ലേ? സാരമില്ല.
നമുക്ക് അടുത്ത സ്റ്റേഷനിൽ വാങ്ങിക്കാം. ഇത് സ്കോച്ചാണ്. വിസ്കി ഇതിനു മുമ്പ് കുടിച്ചിട്ടില്ലേ? ഞാൻ ഉണ്ട്. ഇതല്ല, കള്ള്. രണ്ടും ഒന്ന് തന്നെ. ലഹരി. ഞാൻ കുടിച്ച് ബോധമില്ലായിരുന്നു. മേലിൽ കുടിക്കില്ലെന്നും ബോധമറ്റ് പ്രവർത്തിക്കില്ലെന്നും രാമുണിക്ക് ഉറപ്പുണ്ടോ? ഉണ്ട്. നമുക്കിറങ്ങേണ്ട സ്റ്റേഷൻ എടുത്തു. രാമുണ്ണി എവിടെ? താഴെയുണ്ട്. ഇവിടത്തെ കാര്യങ്ങൾ വല്ലതും നീ അവനോട് പറഞ്ഞോ? ഇല്ല. ഇല്ലേ? ഞാൻ ശാന്തിക്കുഞ്ഞിന് ഭ്രാന്താണെന്നും അതുകൊണ്ടാണ് ഡോക്ടർ ഒന്ന് കുത്തിവെക്കുന്നതെന്നും പറഞ്ഞു. ഇനി പറയില്ല. വേലയെന്ന് എനിക്ക് വിശ്വാസമാണ്. പക്ഷെ രാജഗോപാലിന് നിന്നെ കുറിച്ച് സംശയങ്ങളുണ്ട്. പുറത്തു പറയാൻ പാടില്ലാത്ത പല രഹസ്യങ്ങളും അറിയുന്നവനാണ് നീ. അത് വെളിപ്പെടുത്തിയാൽ പിന്നെ വേലയെ രക്ഷിക്കാൻ എനിക്ക് പോലും കഴിയില്ല. സൂക്ഷിച്ചോളൂ. വേലയും പൊയ്ക്കോളൂ. എന്താ നിങ്ങൾ നാട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു? അമ്മാവിന്റെ കല്യാണക്കാര്യമായിരിക്കും.
ഇനി താമസിച്ചാൽ പറ്റില്ലെന്നാണ് അമ്മ എഴുത്തി. എന്നാൽ ഉടനെ പുറപ്പെട്ടോളൂ. ഉറപ്പണ്ണല്ലേ വധു? ഓ, അമ്മാവിന്റെ മകളാ. പേര് വധു എന്നല്ല, കാർത്തിയായിനി എന്നാ. കാർത്തിന്ന് വിളിക്കൂ. കാർത്തി എങ്ങനെയാണ്? കാഴ്ചയിൽ സുന്ദരിയാണോ? നിങ്ങൾ തമ്മിൽ സ്നേഹമായിരിക്കും. എനിക്കിഷ്ട. കല്യാണം കഴിഞ്ഞാൽ നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടോ? ഒരു വീടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് പുലർത്താനുള്ള ശേഷി നിനക്കുണ്ടോ? എനിക്ക് ഇപ്പൊ സുഖമൊന്നുമില്ല. മുമ്പത്തെ ശ്വാസം മുട്ടലൊക്കെ നിന്ന്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ശമ്പളം കൂട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? ചെറിയ പടം. മേലെ കല്യാണ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. അല്ല, അപ്പൊ അമ്മ എന്തൊരു സങ്കടം. ഈ തറവാടിന് ദുഷ്പേരുണ്ടാക്കാൻ ശ്രമിച്ച അസത്തെ നിലനിൽ കൊല്ലും. ഇനിയും ഇത് ആവർത്തിച്ചാൽ എനിക്കിങ്ങനെ ഒരു പെങ്ങളും അനന്തരങ്ങളും ഇല്ലെന്ന് ഞാൻ കരുതും. ഈ വീട്ടിൽ നിന്ന് രണ്ടിനെയും അടിച്ചു പടിയിറക്കി പിണ്ണം വയ്ക്കും. എന്റെ പൊന്നുമോളെ, നിനക്ക് എന്തു പറ്റി? നീ പഠിപ്പുള്ളവളാണ്. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ തനിച്ച് പുറത്തിറങ്ങാറില്ല. അന്യ പുരുഷന്മാരുടെ മുഖം കാണാറില്ല. ഞാൻ വാങ്ങിച്ചെന്ന ഡ്രസ് രാമുണിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് വേണ്ട. ഈ വേഷത്തിൽ എന്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. ഞാൻ പോകുന്നു. ഓഹോ, യാത്ര ചോദിക്കാൻ വന്നാണല്ലേ? നാട്ടിലേക്കായിരിക്കും. അമ്മുവിനെ കാണാൻ. അതോ ശ്രീദേവി കുഞ്ഞമ്മയോ? അത് നിങ്ങൾ അറിയണ്ട. അറിയാം. നീ ആരാണെന്നും എന്തിനാണ് നാട് വിട്ട് ഓടിപ്പോന്നെന്നും എനിക്കറിയാം. എന്നിട്ടും ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറായി. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ശരി, രാമുണ്ണിക്ക് ഇഷ്ടമില്ലെങ്കിൽ പൊയ്ക്കോളൂ. പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇതൊന്ന് വായിക്കൂ. എന്താണിത്? പുറപ്പെടുന്നതിന് മുമ്പ് രാമുണ്ണി അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇല്ല, കളവാണിത്. ഇതിലെഴുതിയിരിക്കുന്ന മുഴുവൻ കളവാണ്. പച്ചക്കള്ളം. രാമുണ്ണി, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരു കുറ്റവാളിയും സ്വന്തം കുറ്റമേറ്റ് പറയില്ല. എന്നെ വിശ്വസിക്കും. അന്ന് നീ പറഞ്ഞ കഥകളൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? ജയന്തി ഇത്ര വിഡ്ഢിയാണെന്നാണോ നീ കരുതിയത്? ഇപ്പോഴെങ്കിലും സത്യം പറയൂ. ഭയപ്പെടണ്ട. നീ ചെയ്ത കുറ്റം എത്ര വലുതാണെങ്കിലും നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. പറയൂ, ശ്രീദേവി കുഞ്ഞമ്മയാണോ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? അല്ല. പിന്നെ ആരാണ്? എന്തിനാണ് നീ ഓടിപ്പോന്നത്? മുഴുവൻ എനിക്കറിയണം. പറയാം. അന്ന് അമ്മ ഒന്നിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ രാമുണ്ണി ഇത്ര കുസൃതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഇത് കൊള്ളില്ല കേട്ടോ. പ്രായം തികഞ്ഞ പെണ്ണുമായി ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. അതിന്റെ ദോഷം നിനക്കാ. മനസ്സിലായോ? ഇപ്രാവശ്യം ഞാനിത് മറച്ചു വെക്കാം. ഇനി ഇത് ആവർത്തിക്കരുത്. എന്നെ പിടിക്കണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. എന്നെ ആരും പിടിക്കണ്ട. വിടാനല്ലേ പറഞ്ഞത്? കണ്ട, ഞാൻ നടന്നു തന്നെ എന്റെ വീട്ടിൽ വിടാൻ. എന്നെ വിടാൻ. ഞാൻ വീണു. പതുക്കെ പതുക്കെ അല്ലേ വീണു. ഇവിടെ വീഴും.
നീ എന്താണ് അവിടെ കയറിയിരിക്കുന്നത്? ഒന്നുമില്ല. നീ എന്താ വല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ വെയിലത്തിരിക്കുന്നത്? പോയി കിടന്നോ. വേണ്ട, ഇത് പാവമാണ്. അല്ല രാമുണ്ണി, പാപമോക്ഷമാണ്. 12 വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ അമ്മ ഇന്നും വഴിപാട് നേരുന്നു. എന്തിനാണെന്നോ, എനിക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ. രാമുണ്ണിക്ക് എന്നെ ഇഷ്ടമല്ലേ? എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, അദ്ദേഹം ഇപ്പൊ വരില്ല. എടാ വാതിൽ തുറക്കാൻ. തുറക്കാൻ. എടീ, ഇല്ല, ഞാൻ കൊന്നിട്ടില്ല. പതുക്കെ. ഈ വീട്ടിലെ ചുവരുകൾക്ക് പോലും ചെവിയുണ്ട്. ഞാൻ അവരെ കൊന്നിട്ടില്ല. അതെനിക്കറിയില്ല. പക്ഷെ പോലീസ് അന്വേഷിക്കുന്നത് നിന്നെയാണ്. ശ്രീദേവി കുഞ്ഞ് വെട്ടിക്കൊന്ന നാട് വിട്ട രാമുണ്ണിയെ വായിച്ചില്ലേ? കളവാണ്, അതിനെഴുതിയിരിക്കുന്ന കളവാണ്. സത്യമായാലും രാമുണ്ണി ഭയപ്പെടണ്ട. ഈ വീട്ടിൽ നീ എന്നും സുരക്ഷിതനായിരിക്കും. ഈ ഉടുപ്പുകൾ മാറാമോ? പുറത്തു പോയാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താണ് ആലോചിക്കുന്നത്? ഒരു കൊലയല്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ സാരമില്ല, ഇനി സൂക്ഷിച്ചാൽ മതി. ഒന്നിലധികം കൊല ചെയ്തവർ എന്നോടൊന്നിച്ച് ജോലി ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നീ ഇവിടെ നിന്നോളൂ. എന്ത് തീരുമാനിച്ചു? നിൽക്കാം. എങ്കിൽ നാളെ തൊട്ട് ഡ്രൈവിംഗ് പഠിച്ചോളൂ. വീരയനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.